കേരളത്തിൽ മാളയിൽ ഇന്റർനാഷണൽ ആൻഡ് സൈനിക സ്കൂൾ ഉടമ രാജു ഡേവിസ് പറഞ്ഞ വലിയ വർഗീയ പ്രസ്താവന. ഇന്നലെ സ്വാതന്ത്ര്യ ദിനത്തിൽ സ്കൂളിലെത്താത്ത കുട്ടികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നും മാതാപിതാക്കളടക്കമുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പറയാൻ കാണിച്ച ചങ്കൂറ്റമുണ്ടല്ലോ, അതിന് ഈ നാട് അത് ഓർത്തു വെക്കും എന്നുള്ളതല്ലാതെ മറ്റൊന്നും പറയാനില്ല. എന്തുകൊണ്ടാണ് ഒരു സ്കൂൾ ഉടമയ്ക്ക് ഒരു സ്കൂളിൻ്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പോലും ഇത്രമേൽ വലിയ വർഗീയത കുത്തിത്തിരുകാൻ സാധിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ വന്നില്ല, ആ കുട്ടികൾക്ക് വരാൻ പറ്റാത്ത കാര്യങ്ങൾ എടുക്കുക, ആ കുട്ടികളെ വാൺ ചെയ്യുക, അല്ലെങ്കിൽ ആ കുട്ടികൾ സ്വാതന്ത്ര്യ ദിനത്തിൽ പങ്കെടുക്കേണ്ടതിൻ്റെ വലിയ ക്രമീകരണങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്തുക എന്നുള്ളതാണ്. അത് വരാതിരുന്നത് കൊണ്ട് ഒറ്റയടിക്ക് പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ ഈ നാടിൽ ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അറിയാതെ ഉണ്ടായി പോയിട്ടുള്ള ആ വർഗീയത മനോഭാവമാണ് പുറത്തു വരുന്നത്. ഒരു ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും ഒന്നിച്ചു നിന്നാൽ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർത്തമാനം ഉണ്ടാകുമ്പോൾ അതെല്ലാം നാട്ടുവർത്തമാനങ്ങളും പഴയകാല സൗഹൃദങ്ങളിലൊക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയതാണ്. ഇന്ന് അതിൻ്റെ രൂപവും കോലവും ഞൊടിയിടയ്ക്കുള്ളിൽ മാറുകയാണ്. പെട്ടെന്ന് തന്നെ നിങ്ങൾ വർഗീയതരാണ്, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണ് എന്ന് പറയുന്ന അവസ്ഥ. ഇന്ത്യ പാകിസ്ഥാൻ കളി കാണുമ്പോൾ, ആ കളിയിൽ ഇന്ത്യ ജയിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരൻ ഇന്ത്യക്ക് അനുകൂലമായി പോസ്റ്റ് ഇടുമ്പോൾ പോലും നിനക്ക് പാകിസ്ഥാൻ ജയിക്കുന്നതല്ലേ താല്പര്യമെന്ന് കമൻറ്റുകളിൽ നിറയുന്ന സോഷ്യൽ മീഡിയ കാലം. നീ ആരെയെങ്കിലും കാണിക്കാനോ പേടിച്ചിട്ടാണോ ഇന്ത്യക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത് എന്ന് പറയുന്ന വലിയ അഗ്നിപരീക്ഷണങ്ങളുടെ കാലം. ഇത് ഈ നാടിൽ ഉണ്ടാകുന്നത് വലിയ പ്രശ്നങ്ങളിലേക്കാണ് ഈ നാട് പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ്. ആ സ്കൂൾ ഉടമ ആ മാതാപിതാക്കൾക്ക്, ആ വിദ്യാർത്ഥികൾക്ക് നൽകിയിട്ടുള്ള ഒരു വിഷൻ എന്താണ്? ഇന്നലത്തെ സ്വാതന്ത്ര്യ ദിനത്തിൽ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലുള്ളവരെല്ലാം ഇത്തരത്തിൽ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടവരാണ്. അവർ വർഗീയത ഉള്ളിൻ്റെ ഉള്ളിൽ പേറിയതുകൊണ്ട് അവർക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നതാണ്. ഒരു സംശയവുമില്ല. ഈ നാടിൻ്റെ ഓരോ ആഘോഷങ്ങളിലേക്കും ചേർന്ന് നിൽക്കാൻ പറ്റാത്തവരെ എത്രയും പെട്ടെന്ന് പാകിസ്ഥാനിലേക്ക് വിടുക തന്നെ ചെയ്യണമെന്ന്. പൗരത്വ ഭേദഗതി ബില്ലൊക്കെ ഈ നാട്ടിൽ വരുമ്പോൾ BJP അത് വലിയ നിയമമായി കൊണ്ടുവരുമ്പോൾ അരക്ഷിതരായി പോകുന്ന, അസ്ഥിരമായി പോകുന്ന, വലിയ പ്രശ്നത്തിലും സങ്കീർണതയിലുമായി പോകുന്ന മനുഷ്യരുള്ളപ്പോൾ ഇത്തരക്കാർ എന്തായിരിക്കും വെച്ചു പുലർത്തുന്നത്? ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ഈ നിയമം നല്ലതാണ്, അവർ പാകിസ്ഥാനിലേക്കോ ബംഗ്ലാദേശിലേക്കോ ഒക്കെ നാട് കടത്തപ്പെടേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നവരുടെ എണ്ണം നമുക്കിടയിൽ പോലും കൂടുന്നതിൻ്റെ ലക്ഷണം കൂടിയാവുകയാണത്. എന്തുതന്നെയായാലും ഒരു സ്കൂളിൻ്റെ രക്ഷാധികാരിക്ക് ഒരു കാരണവശാലും പറയാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിപ്പോയി അത് എന്ന് പറയാതെ വയ്യ. അധികൃതരുടെ കണ്ണ് ഈ വിഷയത്തിലൊക്കെ തുറക്കേണ്ടതാണ്. ശക്തമായ മറുപടിയും വിശദീകരണവും ഈ വിഷയത്തിൽ ചോദിക്കേണ്ടതുമാണ്.